ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയഭോജ്യത്തിൽ ഇന്ന് നാം വിചിന്തനം ചെയ്യുന്ന വിഷയം നമുക്ക് വളരെ ഉപകരിക്കുന്ന ഒരു കാര്യമാണ്. എന്താണ് നിന്റെ തടസ്സ കാരണം? നമുക്കറിയാം, ഇന്ന് ഒത്തിരി പേര് അവരുടെ ജീവിതത്തിൽ നേരിടുന്ന ഒരു കാര്യമാണ് തടസ്സം. പല മേഖലയിൽ പല രീതിയിലുള്ള തടസ്സങ്ങൾ നേരിടുന്ന വ്യക്തികൾ. എന്താണ് അതിൻ്റെ കാരണം എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് അതിനെ മറികടക്കാൻ എളുപ്പമാകും. ഒരു അമേരിക്കക്കാരി സൂചിപ്പിച്ച ഒരു കാര്യമാണ്. അവർക്കറിയില്ലായിരുന്നു അവർക്കൊരു പ്രത്യേക അലർജി ഉള്ള കാര്യം. അവർക്കൊരു പ്രാവശ്യം എന്തോ മാനസിക സംഘർഷം വന്നു. ഇനി അതിനെ മറികടക്കാൻ വേണ്ടി അവർ ചെയ്തൊരു കാര്യം, 2 ബ്രെഡ് പീസ് എടുത്തിട്ട് നല്ലതുപോലെ പീനട്ട് ബട്ടർ അതിൽ തേച്ചു. സാധാരണ ചെറിയ തോതിലൊക്കെ അവർ ഇങ്ങനെ തേച്ച് കഴിക്കുമായിരുന്നു. ഇത്തവണ ആ മാനസിക സംഘർഷം കാരണം നല്ലതുപോലെ തേച്ച് കഴിച്ചു. പിന്നീട് അവർ 911 വിളിച്ച്, അതായത് ആംബുലൻസ് വിളിച്ച് ആശുപത്രി പോകേണ്ടി വന്നു. ഇത് കഴിഞ്ഞാണ് ഡോക്ടർമാർ കണ്ടെത്തിയ ഒരു കാര്യം, അവർക്ക് പീനട്ട് ബട്ടർ അലർജിയാണ്. അപ്പം അതുകൊണ്ട് അത് ഒരു സാമാന്യ രീതിയിലാണെങ്കിൽ അത്രയും പ്രശ്നം വരാറില്ല. നല്ല അളവിൽ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് അത് വലിയ പ്രശ്നമായിട്ട് മാറും. അതുകൊണ്ടാണ് ആംബുലൻസ് വിളിച്ച് ആശുപത്രി പോകേണ്ടി വന്നത്. ഡോക്ടർമാർ കണ്ടെത്തി അവരുടെ അലർജി എന്തിനോടാണ് അവർക്ക് അലർജി, അത് പീനട്ട് ബട്ടറിനോടാണ്. അതിനുശേഷം പിന്നെ അവർ അത് ഒഴിവാക്കി ഇങ്ങനെ ജീവിച്ചപ്പോൾ ആ ഒരു പ്രശ്നം അവർക്ക് വന്നിട്ടില്ല. നമുക്ക് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെടുത്തി ആദ്യമായിട്ട് നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം ഇതാണ്: ഡയഗ്നോസിസ്. ഏതെങ്കിലും ഒരു രോഗം വന്നാൽ അതിനൊരു കാരണം ഉണ്ടാകും. ആ കാരണം കണ്ടെത്തിയാൽ ഡയഗ്നോസിസ്. നല്ല ഡോക്ടർമാർ ആദ്യം ചെയ്യുന്ന ഒരു കാര്യം, എന്തെങ്കിലും കേൾക്കുമ്പോഴേ ഒരു മരുന്ന് അങ്ങോട്ട് കൊടുത്ത് അത് കഴിച്ചോളാൻ പറയല്ല. ഡയഗ്നോസിസ് രോഗം ചികിത്സിച്ച് സുഖപ്പെടുത്താൻ എളുപ്പമാകും എന്നതുപോലെ തന്നെ നമ്മുടെ തടസ്സങ്ങൾ മാറാൻ അതിനുള്ള കാരണം എന്താണ് എന്ന് മനസ്സിലാക്കുന്നത് വളരെ നല്ലതാണ്. രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് ഒരു 3 കാരണങ്ങൾ, തടസ്സ കാരണങ്ങൾ എന്ന് പറയാവുന്ന 3 കാരണങ്ങൾ ദൈവത്തിൻ്റെ വചനം പോലും നമ്മെ പഠിപ്പിക്കുന്നത് കാണാൻ പറ്റും. ഒന്നാമത്തെ കാരണമാണ് മനുഷ്യൻ്റെ പാപം. നമ്മുടെ പാപം നമുക്ക് തന്നെ തടസ്സമായിട്ട് മാറും. ഇത് വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്ന ഒരു വചനമാണ് വിലാപങ്ങൾ 3:9. ഇസ്രായേൽ ദൈവത്തിനെതിരെ പാപം ചെയ്തു. ഇനി അവർ അവിശ്വസ്തത കാണിച്ചു. അങ്ങനെ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായ ഒരു കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട്: ചെത്തിയെടുത്ത കല്ലുകൊണ്ടെന്ന പോലെ കർത്താവ് അവരുടെ വഴി അടച്ചു. അവർ തന്നെ വിളിച്ചു പറയുന്ന ഒരു കാര്യം, ഞങ്ങളുടെ പാപം മൂലം ഞങ്ങളുടെ വഴി ദൈവം അടച്ചു. ചെത്തിയെടുത്ത കല്ലുകൊണ്ടെന്നതുപോലെ കർത്താവ് അവരുടെ വഴി അടച്ചു. യെശയ്യാ 22:22 എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്: ദൈവം അടച്ചത് മനുഷ്യർക്ക് തുറക്കാൻ പറ്റത്തില്ല, ദൈവം തുറന്നത് മനുഷ്യർക്ക് അടയ്ക്കാനും പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് ദൈവം അടച്ചത് നമ്മൾ എങ്ങനെയെല്ലാം നോക്കിയെന്ന് പറഞ്ഞാലും നമുക്ക് തുറക്കാൻ പറ്റില്ല, ദൈവത്തെ കൊണ്ട് തുറപ്പിക്കണം. അതിന് ആവശ്യമായിട്ടുള്ളത് എന്താണെന്ന് വചനം കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. വിലാപങ്ങളുടെ പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്: അനുദപിച്ച് കർത്താവിൻ്റെ പക്കലേക്ക് തിരിയുക. അപ്പോൾ ദൈവം അടച്ച വഴി ദൈവം തുറന്നു തരും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ജെറമ്യായുടെ പുസ്തകം 28:13 വചനം: ഇവർ അനുതാപത്തിന് പകരം നമ്മുടെ കഴിവുകൊണ്ട്, നമ്മുടെ സ്മാർട്ട്നെസ് കൊണ്ട് നമ്മളത് ചെയ്യാൻ നോക്കിയാൽ എന്തായിരിക്കും ഫലം എന്നുള്ളത് ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നീ മരം കൊണ്ടുള്ള മുഖം ഒടിച്ചാൽ ദൈവം ഇരുമ്പ് കൊണ്ടുള്ള മുഖം ഉണ്ടാക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന പരിഹാരം അത് ശാശ്വതമാകില്ല. പകരം നമ്മൾ അനുദപിച്ച് ദൈവത്തിൻ്റെ പക്കലേക്ക് തിരിഞ്ഞ് ദൈവത്തെ കൊണ്ട് ആ വഴി തുറപ്പിക്കുകയാണെങ്കിൽ പിന്നീട് അത് ആർക്കും അടയ്ക്കാൻ പറ്റില്ല എന്നുള്ളത് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. രണ്ടാമത്തെ ഒരു കാരണം, പിശാച്, സാത്താൻ വഴി തടയുന്ന രംഗങ്ങൾ ബൈബിളിൽ നമുക്ക് കാണാൻ പറ്റും. ദാനിയേൽ 10:13 മുതൽ വായിച്ചു കഴിഞ്ഞാൽ പേർഷ്യ രാജ്യത്തിൻ്റെ കാവൽ ദൂതൻ അവൻ വഴി തടയുന്ന ഒരു രംഗം, 21 ദിവസം അങ്ങനെ വഴി തടഞ്ഞു നിർത്തിയ ഒരു രംഗം അവിടെ കാണാൻ പറ്റും. മിഖായേൽ, മുഖ്യദൂതന്മാരിൽ ഒരാളായ മിഖായേൽ വന്ന് സഹായിച്ചപ്പോഴാണ് ആ തടസ്സം മാറി അവർക്ക് മുമ്പോട്ട് പോകാൻ സാധിച്ചത് എന്നുള്ളത് ഈ അധ്യായം വായിക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. നമുക്ക് കാണാൻ സാധിക്കും. ഉൽപ്പത്തി 3-ാം എടുക്കുമ്പോൾ സർപ്പത്തിൻ്റെ രൂപത്തിൽ സാത്താൻ വന്നിട്ട് സ്വർഗം തടയാൻ നോക്കിയത്, ആദ്യ മാതാപിതാക്കളെ അവരെ ഒരു വൻ നഷ്ടത്തിലേക്ക് നയിക്കാൻ വേണ്ടി സർപ്പത്തിൻ്റെ രൂപത്തിൽ സാത്താൻ അവിടെ പരിശ്രമിച്ചത്, അവരെ പ്രലോഭിപ്പിച്ചത് നമുക്ക് കാണാൻ പറ്റും. ജ്ഞാനത്തിൻ്റെ പുസ്തകം 2-ാം അധ്യായം 23 മുതൽ വായിക്കുമ്പോൾ സാത്താൻ അവൻ്റെ അസൂയ നിമിത്തം ദൈവമക്കളിലേക്ക് കൊണ്ടുവന്ന ഒരു കാര്യമാണ് പാപം, പാപത്തിലൂടെ മരണം. അതല്ലെങ്കിൽ മനുഷ്യൻ മരിക്കാൻ വേണ്ടിയല്ല ദൈവം ഉദ്ദേശിച്ചത്, നിത്യമായി ജീവിക്കാൻ വേണ്ടി. ആ ഒരു ലക്ഷ്യത്തിലെത്താതിരിക്കാൻ വേണ്ടി വളരെ കൗശലപൂർവ്വം സാത്താൻ അവിടെ പ്രവർത്തിച്ചു എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. മൂന്നാമത്തെ ഒരു കാരണമാണ് മനുഷ്യർക്ക് പോലും വഴി തടയാം. ഞാൻ കേട്ട ഒരു വില്ലേജിലേക്ക് കയറി പോകുന്ന ഒരു റോഡ്, ഒരു ഓട്ടോറിക്ഷ പോലും പോകാത്ത വിധത്തിൽ ഒരാൾ
മതിൽ കെട്ടി ആ വഴി തടഞ്ഞു. പിന്നീട് അവർക്ക് ഒരു അത്യാവശ്യം വന്ന ഒരു ഓട്ടോ വിളിച്ചു പോലും പോകാൻ പറ്റാത്ത അവസ്ഥ. ഇങ്ങനെ മനുഷ്യർക്കാണേലും അവരുടെ അസൂയ കൊണ്ട് അഹങ്കാരം കൊണ്ടൊക്കെ മറ്റുള്ളവരുടെ വഴി തടയാൻ സാധിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. ഇനി നമുക്ക് പരിഹാരമാർഗം, ഏതെങ്കിലും കാരണത്താൽ നമ്മുടെ വഴി അടഞ്ഞു കിടക്കുകയാണെങ്കിൽ, നമ്മൾ തടസ്സങ്ങൾ നേരിടുകയാണെങ്കിൽ എന്താണ് പരിഹാരം? ഒന്നാമത്തെ പരിഹാരം, അനുദപിച്ച് കർത്താവിൻ്റെ പക്കലേക്ക് തിരിയുക. വിലാപങ്ങളുടെ പുസ്തകങ്ങളെക്കുറിച്ച് പറയുകയുണ്ടായി. അതിൻ്റെ കാതലായ സന്ദേശം അതാണ്. അവരനുദപിച്ച് കർത്താവിൻ്റെ പക്കലേക്ക് തിരിഞ്ഞപ്പോൾ ദൈവം അവരുടെ ഐശ്വര്യം പുനഃസ്ഥാപിച്ചു. രണ്ടാമത്തെ കാര്യമാണ് പ്രാർത്ഥനയിൽ ജാഗരൂകരാവുക. നന്നായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് നമ്മുടെ തടസ്സം മാറുന്ന അനുഭവം ഉണ്ടാവും. നന്നായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ സമാധാനം നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് കാണാൻ പറ്റും. നന്നായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ വിശ്വാസം വളരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതിനെല്ലാം ആവശ്യമായിട്ടുള്ളത് വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന. മർക്കോസ് 9:23 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന സകലതും സാധ്യമാക്കും. മൂന്നാമത്തെ കാര്യമാണ് യേശുവിൻ്റെ സ്വന്തമായി മാറുക. അങ്ങനെയുള്ളവരെ സാത്താന് തൊടാൻ പോലും പറ്റില്ല എന്നുള്ളത് വചനം പഠിപ്പിക്കുന്നുണ്ട്. 1 യോഹന്നാൻ 5:18 യേശു ക്രിസ്തുവിനുള്ളവരെ സാത്താന് തൊടാൻ പോലും പറ്റില്ല. അപ്പം ഇങ്ങനെയുള്ള ഒരു ശക്തിയും നമ്മളെ അലട്ടുന്ന ഒരവസ്ഥ ഉണ്ടാകത്തില്ല നമ്മൾ യേശുവിൻ്റെ സ്വന്തമായി കഴിയുമ്പോൾ. ആ ഒരു ബോധ്യത്തോടെ നമ്മുടെ ജീവിതം ക്രമീകരിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് ആഗ്രഹിക്കുകയും തീരുമാനമെടുക്കുകയും ചെയ്യാം. ഇതിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ശിരസ്സ് നമിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദവും നമുക്കിപ്പോൾ സ്വീകരിക്കാം. ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തവരാണ് നമ്മൾ. ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദത്തിനായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങുന്നു. നിങ്ങളുടെ പ്രത്യേക നിയോഗങ്ങളെല്ലാം ഈ അൾത്താരയിൽ സമർപ്പിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിനായിട്ട് യാചിക്കുക. നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ കർത്താവ് കൈക്കൊള്ളുന്നു എന്ന വിശ്വാസത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.